ചെയ്യുകയാണ്. കാരണം ഞാനിവിടെ എത്തിപ്പെടാൻ വളരെ വൈകി. അതിലുപരി വളരെയധികം സന്തോഷം നിറഞ്ഞ ഒരു സുദിനമാണ്. ഈ വർഷം തന്നെ എൻ്റെ മുഖപുസ്തകത്തിലൂടെ പരിചയപ്പെട്ട 4ാമത്തെ വ്യക്തിയുടെ പുസ്തക പ്രകാശനമാണ് ഇന്ന് നടക്കുന്നത്. പ്രധാനമായും ഇവരാരും സാഹിത്യകാരല്ല. ഇവരിൽ ഒളിഞ്ഞിരിക്കുന്ന ചില സർഗവാസനകളെ പ്രോത്സാഹിപ്പിക്കുക മാത്രമാണ് ഞാൻ ചെയ്തത്. മലയാള ഭാഷയിലെ 56 അക്ഷരങ്ങൾ കൂട്ടിയോജിപ്പിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഓരോ ഹോർമോൺ വ്യതിയാനങ്ങൾ, ഇപ്പോൾ ഈ ടീച്ചർ എഴുതിയിട്ടുള്ള ഈ പുസ്തകത്തിൽ പ്രണയത്തെക്കുറിച്ചാണെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് ഡോപാമിൻ എന്ന ഹോർമോൺ ആയിരിക്കും. ഒരു ഹൊറർ ചിത്രമാണ് അല്ലെങ്കിൽ ഹൊറർ സ്റ്റോറിയാണ് എഴുതുന്നതെങ്കിൽ അതിൽ ഗ്യാസ്ട്രോജനും അഡ്രിനാലിനും എന്ന ഹോർമോൺസ് ആയിരിക്കും. മലയാള ഭാഷയിലെ അക്ഷരമാലകൾ കൂട്ടിയിണക്കി മനുഷ്യ ശരീരത്തിലെ ഹോർമോണുകൾ നിയന്ത്രിക്കാൻ കഴിയുന്ന തരത്തിൽ അക്ഷരമാലകളെ അസംബിൾ ചെയ്യാൻ കഴിവുള്ള വ്യക്തികളാണ് ഇന്ന് നിലനിൽക്കുന്ന എല്ലാ സാഹിത്യകാരന്മാരും. ഇതൊരു തുടക്കം ആകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇതിലുപരി ഈ ഇരിക്കുന്ന വ്യക്തികളിലും ഓരോ വ്യക്തികളിലും ഒളിഞ്ഞിരിക്കുന്ന ഓരോ സർഗവാസനകളുണ്ട്. തീർച്ചയായിട്ടും സ്വയം തിരിച്ചറിഞ്ഞത് പ്രോത്സാഹിക്കുക. കാരണം ഇതൊരു പക്ഷെ നേട്ടത്തിനോ ലാഭത്തിനോ ആവണമെന്നില്ല. ജീവിതത്തിൽ നമ്മൾ എന്തെങ്കിലും ആയി എന്ന് സ്വയം തിരിച്ചറിയാനുള്ള അല്ലെങ്കിൽ ഒരു സന്തോഷം തോന്നുന്ന ചില നിമിഷങ്ങളാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇതിൽ സംഗീതം ചെയ്യുന്ന വ്യക്തികളുണ്ട്, എഴുതുന്നവരുണ്ട്, ചെറുപ്പകാലത്ത് നന്നായി എഴുതിയവരുണ്ട്, പാട്ട് കേൾക്കുന്നവരുണ്ട്, കവിത എഴുതിയവരുണ്ട്, നല്ല പ്രേമലേഖനം എഴുതിയവരുണ്ട്, എല്ലാം ഉണ്ട്. ഇപ്പോൾ ജീവിത സാഹചര്യത്തിന്റെ തിരക്കിൽ ഇതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്നവരാണ് ഏറ്റവും കൂടുതലെങ്കിൽ ഇന്ന് മുതൽ നിങ്ങൾ തീർച്ചയായിട്ടും ആ പഴയ കാലഘട്ടത്തിലേക്ക് തിരിച്ചുപോയി ഒരു മണിക്കൂറെങ്കിലും എന്തായിരുന്നു ആ പഴയ ഞാൻ എന്ന് ചിന്തിക്കാം. 10 ദിവസം നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ 11ാം ദിവസം ആ പഴയ ഞാനിലേക്ക് നിങ്ങൾ ഒരു പ്രയാണം ചെയ്യും.